Look, he's crying. ചില പ്രത്യേക സമയങ്ങളിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അധിക സമയത്ത് ഞങ്ങൾ ഭയങ്കര സാഡായിരിക്കും. എന്നെങ്കിലും ഒരു ദിവസം ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന വിശ്വാസം. അങ്ങനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരത്തിന് സമനില വഴങ്ങേണ്ടി വന്നു. പക്ഷെ ഈ ഒരു മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. കാരണം കളിയുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് 10 ആളെ വെച്ചായിരുന്നു കളിച്ചിരുന്നത്. കളിയുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഐബൺ ഡോലിങ്ങിന് ഒരു റെഡ് കാർഡ് കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതൊരു വാക്ക് തർക്കത്തിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐബൺ ഡോലിങ്ങിന് ഒരു റെഡ് കാർഡ് കിട്ടുന്നത്. ആ ഒരു റെഡ് കാർഡ് കിട്ടിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് 10 പേരായി ചുരുങ്ങി. ആ ഒരു സമയം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫൻസീവ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെക്കാൻ പറ്റുന്ന ആ ഒരു ഇതിലോട്ട് കാര്യം മാറി. എന്തായാലും ആ കളിച്ച 10 പേര് പിന്നെ ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചതെന്ന് വേണം നമുക്ക് പറയാം. നോർത്ത് ഈസ്റ്റ് FC ആവട്ടെ, അവർ വിചാരിച്ച ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് വേണം പറയാം. ഈ ഒരു ടീമിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കുറെ അധികം എറർ മിസ്റ്റേക്ക് കണ്ടു. സെക്കൻഡ് ഹാഫിൽ നിരന്തരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലോട്ട് തന്നെ നിരന്തരമായിട്ട് ആക്രമണം വരുന്ന കാഴ്ച നമ്മൾ കളിയിൽ കണ്ടു. നോർത്ത് ഈസ്റ്റിന്റെ അറ്റാക്ക് വരുമ്പോൾ സ്ട്രൈക്കേഴ്സ് പോലും ഡിഫൻസിൽ കയറി ഒന്ന് ഒരു കിടിലൻ പെർഫോമൻസ് നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത് ഒരു വെറൈറ്റി സന്ദീപിനെ ആയിരുന്നു. പന്ത് കിട്ടിയ അദ്ദേഹം ബോക്സിലിട്ട് കളിക്കാതെ പെട്ടെന്ന് അടിച്ചൊഴിവാക്കുന്ന സന്ദീപ് സിംഗിനെയാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത്. എന്തായാലും സന്ദീപ് ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചതെന്ന് വേണം പറയാം. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ മേക്കർ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണ, അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ആശ്രയിച്ച് കളിച്ചൊരു പ്ലെയർ തന്നെയാണ് അജാരിയും അതുപോലെ തന്നെ MS ജിതിനും അജാരിയാണ് നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കളിയിൽ കണ്ടത്. പക്ഷെ ഒന്നും അവർക്ക് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ പറ്റിയില്ല. ഓലെ പല ഷോട്ടും ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ തട്ടിമുട്ടി കളിച്ചിലായി. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ ഭാഗ്യം എന്ന് പറയുന്ന സംഭവം ബ്ലാസ്റ്റേഴ്സിന് കൂടെ നിന്ന്. എന്നാലും ഈ ഒരു മത്സരത്തിൽ ഭാഗ്യം എന്ന് പറയുന്ന ആ ഒരു സംഭവം ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളും വഴങ്ങാതെ ഒരു ക്ലീൻ ഷീറ്റോട് കൂടി ബ്ലാസ്റ്റേഴ്സ് തോറ്റില്ല, ജയിച്ചതുമില്ല. പിന്നെ നമ്മളെ പുതിയ പ്ലേയേഴ്സ് ആയിട്ടുള്ള ലഗാദർ ഈ ഒരു മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് ലൂണനെ പിൻവലിച്ചാണ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ വിപിൻ മോഹനെ നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വിപിനെ പിൻവലിച്ച് ഡാനിഷ് ഫാറൂഖ് കളിക്കളത്തിലേക്ക് വന്നു. അതുപോലെ നോർത്ത് ഈസ്റ്റിന്റെ അജാരിയെ പിടിച്ചു വെക്കുന്നതിൽ മിലോസ് വിജയിച്ചു എന്ന് വേണം പറയാം. കാരണം ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് മിലോസ് ഗ്രീൻസിച്ചും കാഴ്ചവെച്ചത്. പിന്നെ 10 ആളായി ചുരുങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫൻസീവ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെക്കുന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും അടുത്ത മത്സരം ഒരു ഹെവേ മത്സരമാണ്. എന്തായാലും നമുക്ക് ആ ഒരു മത്സരത്തിൽ ജയിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. എന്തായാലും അടുത്ത കളിയിൽ ഐബൺ ഡോലിങ്ങിന് അടുത്ത കളി കളിക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന്റെ റെഡ് കാർഡിന്റെ സസ്പെൻഷൻ ആയിരിക്കും. എന്തായാലും അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്, ജയിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോസിന് വരെ കാത്തിരിക്കാം. സോ നിങ്ങൾ അഭിപ്രായങ്ങൾ ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.